കേരളത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന് ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി. ഒന്ന് കണക്കെടുത്ത് നോക്കാം. കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ 84,000 MDMA-യുമായി കോട്ടവിള ഷിജുവും ഏറം സൊസൈറ്റി ഷിജുവും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നില്ലേ? അരുവിക്കര യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഷൈജു മാലിക് 40 കിലോ കഞ്ചാവായിട്ട് പിടിച്ചില്ലേ? അതുപോലെ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ നാസറെ കഞ്ചാവുമായിട്ട് പിടികൂടിയില്ലേ? 1460 കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ടല്ലേ കോട്ടക്കലിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മൻസൂറിനെ പിടിയിലായത്? അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബിനോയ് ഷൂരി നിരോധിത മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടല്ലേ 5600 രൂപ കഞ്ചാവുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തുഷാർ ഗോയൽ പിടിയിലായി. കണക്ക് ഞാൻ തരാം. അപ്പോ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നവർ ആദ്യം അവരുടെ സംഘടനയെയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗത്തെയും ഒന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ അകന്ന ബന്ധുവിന്റെ അയൽവാസി കേസിൽ പ്രതിയായാൽ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുമല്ലോ, വലിയ വാർത്തയാക്കുമല്ലോ. മാധ്യമങ്ങളായാലും വലതുപക്ഷമായാലും അത് അവിടെയായാലും ഇവിടെയായാലും കുറ്റകൃത്യം നടത്തുന്നവരെ സംരക്ഷിക്കരുത്. മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. അത്തരത്തിൽ പ്രവർത്തനം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സത്വര നടപടി സ്വീകരിക്കണം. ഒരാളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയും മയക്കുമരുന്നിന്റെ വ്യാപാരത്തെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. ഇതിൽ രാഷ്ട്രീയ നിലപാടല്ല വേണ്ടത്, രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണമല്ല വേണ്ടത്. കോളേജ് പ്രിൻസിപ്പൽ ഇരുന്ന് കസേര കത്തിച്ച ആ SFIക്കാരോട് പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം ഈ CPM-നോട് വളരെ അനുഭാവമുള്ള സിനിമാ സംവിധായകനാണ് ശ്രീ ആഷിഖ് അബു. ശ്രീ രാഹുൽ, അതേ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനില്ലേ? അദ്ദേഹം ധീരജിന്റെ കൊലക്കേസിൽ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? അതായത് സ്വന്തം പക്ഷത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടുമ്പോൾ ആ അക്രമികൾക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെ സംരക്ഷണം നൽകുന്നതിൽ കോൺഗ്രസ് പിന്നിലാണോ? താങ്കൾ പറയുന്നു കോൺഗ്രസ് എപ്പോഴും പ്രതികരിക്കാറില്ല എന്ന്. ഒരു കേസ് ഇതെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞതാണ്, ധീരജിന്റെ കേസ്. അല്ല, ധീരജിന്റെ കേസിനകത്ത് ധീരജ് കൊലപാതക കേസ് ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ക്രൂരമായ കൊലപാതകമാണ്, തർക്കമില്ല. ആ കേസിനകത്ത് കുറ്റമറ്റ അന്വേഷണം ഉണ്ടാകണം എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ പ്രതിരോധപ്പെടുത്തുവാൻ എന്തെങ്കിലും ഒന്ന് പാർട്ടി ചെയ്തിട്ടുണ്ടോ? പാർട്ടി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. രാഹുൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്ന നേതൃത്വ നിലപാടാണെങ്കിൽ അതിൽ ഇതും കൃത്യമായി അല്ല, എന്റെ ഓർമ്മയിൽ KPCC പ്രസിഡന്റ് അന്ന് ആവശ്യപ്പെട്ടത് കുറ്റമറ്റ അന്വേഷണം ഉണ്ടാകണം. ഈ ഒരു അന്വേഷണത്തിന്റെ പേരിൽ അന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന എനിക്ക് ഓർമ്മയുണ്ട്. സിദ്ധാർത്ഥനെ ധീരജിനെ പോലെ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിന്ദ്യവുമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ പേരിൽ ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണമാണ്, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പാനലിസ്റ്റ് 2-3 തവണയാണ് പറഞ്ഞത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ധീരജിനെ കൊല്ലപ്പെട്ട ഏറ്റവും ക്രൂരമായ സംഭവം ഉണ്ടായപ്പോ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ കൊലപാതകം. ധീരജിന്റെ പിതാവ് ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത് ഇരന്നു വാങ്ങിയ കൊലപാതകം ആണ്. ഇന്നത്തെ പത്രത്തിന്റെ ഒരു ഹെഡിംഗ് ആണ്, അമ്മ പറയുന്നു കൊലയാളി കോൺഗ്രസ്. ഹരിയാനയിലെ കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് സൂട്ട് കേസിലിട്ട് റോഡ് സൈഡിൽ തള്ളി. പേര് ഹിമാനി നവർവാൾ എന്ന ഇന്നത്തെ പത്രത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹരിയാനയിലെ കോൺഗ്രസ് നേതാവിനെ ഒന്ന് ആലോചിക്കുക, ആരാ ആക്രമണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത്? രാധ എന്ന് പറയുന്ന സ്ത്രീയെ കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ച് രാവിലെ പത്രം കഴിഞ്ഞു, അതിനുശേഷം 12 മണിക്കൂർ കഴിഞ്ഞില്ലേ? അപ്പൊ രാധയെ കൊന്നതിനെ പറ്റി പറഞ്ഞപ്പോ എന്താ വിഷമം, എന്താ ചാടിക്കടിക്കാൻ വരുന്നത്? അങ്ങ് കഷ്ണമാക്കി വെട്ടിനുറുക്കി ചാക്കിൽ കൊന്നതും സുഹൃത്താണോ? അല്ല, അതും സുഹൃത്താണോ? അതുപോലെ തന്നെ മറ്റൊരു വിഷ്ണു മരോത്ത്. ഏതാ വിഷ്ണു? ആരാ? തിരൂരിലെ കോൺഗ്രസിന്റെ നേതാവാണ്. ഒരു സ്ത്രീയെ കാണാതായി, എല്ലാ അന്വേഷണത്തിന് ഇറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ വീടിന്റെ പറമ്പിൽ നിന്ന് ഒരു സ്ത്രീയുടെ, സജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടുകയാണ്. ഈ മാസങ്ങൾക്ക് മുമ്പാണ്, നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുപോലെ തന്തൂരി അടപ്പിൽ നഗ്ന സാഹിനി കൊല്ലപ്പെട്ടതും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടതും മറ്റു രൂപത്തിലായിരിക്കും. കാരണം കോൺഗ്രസ് പ്രതിയായിട്ട് വന്ന നിങ്ങളെല്ലാം വെളുപ്പിക്കും, വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുന്ന പോലെ വെളുപ്പിക്കും. ഒരു തരത്തിലും ഒരാളെ കൊണ്ട് അത് പറയാൻ പോലും അനുവദിക്കുന്നില്ല. അക്രമം ആര് സംഘടിപ്പിച്ചാലും അക്രമമാണ് മിസ്റ്റർ, ആര് സംഘടിപ്പിച്ചാലും അക്രമമാണ്. അതിലേക്ക് ആരും പോകരുത്. കോൺഗ്രസ് ചെയ്താൽ അത് മഹത്തരമായിട്ടുള്ള കാര്യം, CPM ചെയ്താലോ അത് വർഷങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് അന്തിച്ചർച്ചകളിൽ വർഷങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തോ നിങ്ങൾ? ഇത് നമ്മളെല്ലാം പൊതു നിലപാടാണ് എടുക്കേണ്ടത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചതിക്കുഴിയിലേക്ക് ചെറുപ്പക്കാരും കുട്ടികളും പോകാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ആധുനിക മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് എക്സൈസും പോലീസും മുന്നോട്ട് പോകണം. ശ്രീ അരുൺകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഏത് കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ
നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ 4 തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയത് എന്നോടൊപ്പം മുറി പങ്കിട്ട മഹാഭൂരിപക്ഷം കൊച്ചു പിള്ളേരാണ്. ഇവർ ഏതാണ്? ഇവർ 5 ഗ്രാമും 10 ഗ്രാമുമായിട്ട് പിടിക്കപ്പെട്ട ആളുകളാണ് കിടക്കുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ്, ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതാണ്. എന്നിട്ട് പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെറിയ കുറ്റത്തിന് വരെ, അതായത് ചെറിയ രൂപത്തിലുള്ള അളവിന് വരെ കേസെടുക്കുകയാണ്. എന്റെ ഒപ്പം ജയിലിൽ കിടന്ന ആളുകളെല്ലാം ചെറിയ അളവിന് കേസെടുത്ത ആളാണ്. ഏറ്റവും ചെറിയ അളവിന് വരെ കേസെടുക്കുന്ന സംസ്ഥാനമാണ് ഈ സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന, അതായത് ഏറ്റവും ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയത്. ഇത് ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ ആകെ രജിസ്റ്റർ ചെയ്യുന്നത് 9,000 കേസാ. നമ്മൾ കഴിഞ്ഞ വർഷം 24,000 കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ അത് സാധിക്കുന്നു? ഏറ്റവും ജാഗ്രതയോടെ എക്സൈസും പോലീസും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസുകളുടെ എണ്ണം എടുത്തു നോക്കുക, പരിശോധനകളുടെ എണ്ണം എടുത്തു നോക്കുക, സ്കൂളുകളിലും ക്യാമ്പസുകളിലും നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ എണ്ണം എടുത്തു നോക്കുക. ഏത് ഇടപെടലിലാണ് ഈ ഗവൺമെന്റ് പുറകിൽ പോയിരിക്കുന്നത്? ആ രംഗത്തെല്ലാം ഒന്നാമതെത്തിയത് ഗവൺമെന്റിന്റെ നേട്ടമല്ല. ഇത്രയും ആളുകൾക്ക് ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും ചികിത്സ കൊടുക്കുന്നു രഹസ്യമായി, കാരണം അത് പരസ്യപ്പെടുത്താൻ കഴിയില്ല. അത്തരത്തിൽ ചെയ്യുന്നത് വലിയ നേട്ടമല്ല. അതുപോലെ തന്നെ കൗൺസിലിംഗ്, ഇത്തരത്തിൽ 100 കണക്കിന് കൗൺസിലിംഗ് ഈ മേഖലകളിലെല്ലാം നടത്തുന്ന നേട്ടമല്ല, ബോധവൽക്കരണം നടത്തുന്ന നേട്ടമല്ല. പക്ഷേ ഇതെല്ലാം എണ്ണം കൂടുന്നത്, കേസ് എണ്ണം കൂടുന്നത് അത് മറ്റു തരത്തിലാണ് എന്ന് ഇതൊക്കെ ചിത്രീകരിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ ഇത്തരം കണക്കുകൾ തന്നെ നോക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം, പോലീസിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും അത് പരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ വിലയിരുത്തുന്നതും. അപ്പോ രാഷ്ട്രീയപരമായിട്ട് ആക്ഷേപം ഉന്നയിക്കണം, അതിനുവേണ്ടി ഈ കണക്കുകളൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നതാണ് കൃത്യമായി പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് പറഞ്ഞത്. ബാംഗ്ലൂരിൽ പോയി പ്രതികളെ കയ്യോടെ പിടിച്ചുകൊണ്ടുവരുന്നതും ഹൈദരാബാദിലും ആസാമിലും പോയി വരെ ഇത്തരത്തിലുള്ള സോഴ്സുകൾ കണ്ടെത്തി അവ തകർത്ത് എക്സൈസുകാർ ജീവൻ പണയം വെച്ച് തിരിച്ചു വരുന്നതുമെല്ലാം കേരളത്തിന്റെ പോലീസിന്റെയും എക്സൈസിന്റെയും നേട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് രാജ്യത്ത് പിടിക്കുമ്പോൾ 100 കോടിയിൽ താഴെ മാത്രം ഈ കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ച കണക്കല്ലേ നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ അക്രമത്തിന്റെ കാര്യം പറഞ്ഞു. അക്രമമായാലും ഇത്തരത്തിലുള്ള ഏത് പ്രവൃത്തിയായാലും തടയണം. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് നടപടി സ്വീകരിച്ചു തന്നെ പോകണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ബോധവൽക്കരണ ക്യാമ്പുകൾ, ക്ലാസുകൾ നടത്തേണ്ടതാണെങ്കിൽ അത് നടത്തണം. ഇപ്പൊ വിമുക്തിയുടെ ഭാഗമായി 1ാമത്തെ ഘട്ടം പ്രഖ്യാപിച്ചു 2022 ഒക്ടോബർ 6 മുതൽ നവംബർ 1 വരെ. അത് പൂർത്തീകരിച്ചപ്പോൾ 2ാം ഘട്ടം നവംബർ 14 ശിശുദിനം മുതൽ 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനം വരെ. 3ാം ഘട്ടം പ്രഖ്യാപിച്ചു ഗാന്ധി രക്തസാക്ഷിത്വം 2023 ജനുവരി 30 മുതൽ 2024 ജനുവരി വരെ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തി. ഇപ്പൊ 4ാം ഘട്ടം നടക്കുന്നു. ഈ ഘട്ടത്തിലൂടെയെല്ലാം ഇത്തരത്തിൽ ബോധവൽക്കരണം കൊടുക്കാനും പ്രതിരോധ നിര കെട്ടിപ്പടുക്കാനും ഇത്തരത്തിൽ ചതിക്കുഴികൾ വീണവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയാണ്. താങ്കളുടെ പാർട്ടി CPM എന്ന പാർട്ടി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അക്രമത്തെ എതിർക്കുകയോ ചെയ്യുന്ന പാർട്ടിയാണോ? കൃത്യമായി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ അക്രമത്തെ നിരുത്സാഹപ്പെടുത്താനാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ശ്രമിക്കാറ്. പിന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുത്തുനിൽപ്പുണ്ടാകും. ആ ചെറുത്തുനിൽപ്പുണ്ടാകുമ്പോൾ ഞങ്ങൾ അക്രമകാരികളായിട്ട് മാറും. ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ 648ഓളം പ്രിയപ്പെട്ട സഖാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അത് മയക്കുമരുന്ന് ലോബി കൊന്നിട്ടുണ്ട്, വലതുപക്ഷം കൊന്നിട്ടുണ്ട്, കോൺഗ്രസ് കൊന്നിട്ടുണ്ട്, ലീഗ് കൊന്നിട്ടുണ്ട്, BJP നിരവധി 218 പേരെ BJP കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ MLA നഷ്ടപ്പെട്ടു, മുനിസിപ്പൽ ചെയർമാനെ നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടു, പഞ്ചായത്ത് പ്രസിഡന്റ് നഷ്ടപ്പെട്ടു. എന്തിന് LDFന്റെ കൺവീനറെ തൃശൂർ പട്ടണത്തിന്റെ നടുത്തളത്തിലിട്ട് അഴീക്കോടൻ രാഘവനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റിന്റെ പാർട്ടി. നമുക്കറിയാം അത്തരത്തിൽ എത്രയോ നേതാക്കന്മാരെ നഷ്ടപ്പെട്ട പ്രസ്ഥാനത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയുക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കല്ലെന്ന്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നതിന്റെ തെളിവല്ലേ സിഖ് കലാപം. സിഖ് കലാപത്തിന്റെ ഭാഗമായി എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചില്ലേ. ഒറ്റക്കാരി മാമ്പുറം ദിവാകരനാരാ ജീവപര്യന്തം തടവ് കിട്ടി ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ കോൺഗ്രസ് പിടിച്ച് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചതാ. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ 38 SFI പ്രവർത്തകരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെ. ഭൂരിഭാഗം ആളുകളെയും കൊന്നത് KSU ആണ്. ഒരൊറ്റ KSUക്കാരൻ ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ SFIക്കാരാൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കുകയാണ് കോൺഗ്രസ്. മാധ്യമങ്ങൾ എല്ലാ തരത്തിലും പച്ച പരവതാനി വിരിച്ചു കൊടുക്കുക. അക്രമകാരികളെല്ലാം ഇടതുപക്ഷമാണ്. കോൺഗ്രസും KSU എല്ലാം ഇതിന്റെ വലിയ നല്ല ആദർശവാന്മാരാണെന്ന് ചിത്രീകരിക്കുന്നു. അതിലാണ് ഞങ്ങൾക്ക് അവിടെയായാലും ഇവിടെയായാലും അത് തെറ്റാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലല്ല
അല്ലല്ല ഞാൻ പറയാം, അക്രമം അവിടെയായാലും ഇവിടെയായാലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചവരാണ്. പുതുതലമുറ അതിലേക്ക് വഴിവെറ്റ് വീഴുമ്പോൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള തെറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യമായി കൂട്ടിക്കലർത്തി അതും ശരി ഇതും ശരി എന്ന രൂപത്തിലേക്ക് ചിത്രീകരിച്ച് ഒതുക്കാൻ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം അത് തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഇത്തരത്തിൽ വാട്സപ്പും സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് തെറ്റായ പ്രചരണം നടത്തി അക്രമം നടത്തിയാലും കൊലക്കേസിൽ പ്രതിയായാലും നമുക്കെതിരെ കേസെടുക്കാനേ കഴിയില്ല എന്ന രൂപത്തിൽ വരെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം വരുമ്പോൾ നല്ല ബോധവൽക്കരണം ആവശ്യമാണ്, നല്ല പ്രതിരോധ നടപടികൾ ആവശ്യമാണ്.